ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി ശ്രുതിയുടെ പാർലറിൽ പോവുകയും അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ പാർലറിൻ്റെ പേര് ഇപ്പോൾ ചന്ദ്രമതിയുടെ പേരിലല്ല ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്ത വിവരങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാണ്. ആ വിവരം വീട്ടിലറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രംഗം വരെയായിരുന്നു. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ സച്ചി തിരികെ വീട്ടിലെത്തുകയാണ്. രവിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്, അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട്, അമ്മ എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ, അച്ഛൻ വന്ന് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ ധൃതിയും സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്താടാ നീ ഇങ്ങനെ പിടയ്ക്കുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. അതച്ഛാ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ. എന്താടാ നിന്റെ കഴുത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ അച്ഛാ കഴുത്തിന് ഒരു കുഴപ്പമില്ല, ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയതാണ്. അച്ഛനൊരു കാര്യം ചെയ്യേ, എൻ്റെ അരികിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഞാനെന്താ നിന്റെ അരികിൽ നിന്നും 10 കിലോമീറ്റർ മാറിയിട്ടാണോ നിൽക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ നീ പറ. അതച്ഛാ ആ പെണ്ണില്ലേ, ഏത് പെണ്ണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അച്ഛാ പൗഡർ എടുത്തി നമ്മുടെ സുധിയുടെ കെട്ടിയോള്. എന്താടാ നിന്റെ ഏട്ടത്തിന്ന് പറയില്ലേ നീ? അയ്യോ അച്ഛാ അവള് ചെയ്തു വെച്ചിരിക്കുന്ന പണി അച്ഛൻ അറിയില്ല. അച്ഛൻ കുറച്ചും കൂടി എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കാര്യം പറയാം. അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സഭ വിളിച്ച് പറയരുത്, നമ്മൾ കാതിൽ പറയണം എന്നുള്ള കാര്യം. അച്ഛൻ്റെ ചെവി ഞാൻ പറയാമെന്ന് പറയുമ്പോൾ എൻ്റെ ചെവി നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെവിക്ക് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അച്ഛൻ ചുമ്മാ കളിക്കല്ലേ. എന്തായാലും അച്ഛൻ്റെ തമാശയൊക്കെ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അതല്ലടാ നീ ഇതുവരെ കാര്യം എന്താന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ചെവിൻ്റെ അടുത്തേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ പോയിട്ട് ഊന്ന് അറിയുമ്പോഴേക്കും എടാ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ അവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചിയെ തട്ടി മാറ്റുവാണേ. തുടർന്ന് സച്ചി ചോദിക്കുന്നത് അച്ഛൻ ഈ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം അറിയാന്നാണേ. അറിയാം, എന്റെ യൂണിയൻ ഓഫീസിൽ ക്ലർക്കായിട്ടിരിക്കുന്നു ഫ്രാഞ്ചൈസ് ദേവദാസ്, നല്ല മനുഷ്യനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ അതല്ല ഈ കടയൊക്കെ എടുത്തിട്ട് ഒരേ പേരിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആക്കില്ലേ, അതിനാണ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അതാണോ? അങ്ങനെ പറയൂ. ആ ശ്രുതിപ്പെണ്ണ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയുമെന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും ചെവിൻ്റെ അരികിൽ ചെന്ന് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും എടാ നീ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, എനിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ കാരണമാണ് ഇതൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പെട്ടോ. ഇത് അച്ഛൻ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചെവി പിടിച്ചു വെച്ചിട്ട് സച്ചി കാര്യം പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അവിടെ നിന്നിരുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അവര് കട മേടിച്ചിട്ട് അവരുടെ ബ്രാൻഡുമായിട്ട് ചേർത്തോ എന്നുള്ള കാര്യം. അപ്പൊ സച്ചി കട കൈമാറിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കൈമാറി. ഇപ്പോ ശ്വേത മേഡം ആണ് ഈ കടയുടെ ഓണർ, ശ്രുതി വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് എന്നുള്ള കാര്യം. അങ്ങനെ ചെവിയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതാണ് ആ വലിയ രഹസ്യം എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ രവി കുറച്ചേരം സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് സത്യമാണോ നീ പറയുന്നത്, ആ പെണ്ണ് കട കൈമാറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സത്യം ഞാൻ പറയുന്നത്, അച്ഛനാണ് സത്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തിനാണ് എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ബ്രാൻഡിന്റെ ആ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ രവിക്ക്. അപ്പോ ചന്ദ്രയുടെ പേര് പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പോയി, അവളും ഇപ്പൊ അവിടുത്തെ ഒരു ശമ്പളക്കാരി മാത്രമാണ് പിന്നെ എന്തിനാണ് ശ്രുതി അതൊന്നും ഇവിടെ പറയാതിരിക്കുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശ്രുതിയുടെ ഭാര്യയല്ലേ പിന്നെ എങ്ങനെയുണ്ടാവുക, അവൻ ജോലിക്ക് പോവാതെ കള്ളം പറഞ്ഞു, ഇത് അവള് ജോലിക്ക് പോയിട്ട് ആ കട തന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരിക്കും ഞാനിത് എല്ലാവരെയും കൂട്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയണമെന്നാ വിചാരിച്ചത്, പക്ഷെ അച്ഛനല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം, അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നീ എന്റെ വാക്ക് കേട്ടല്ലോ, നല്ല കാര്യം. എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യം അറിയില്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് സ്വന്തം മരുമകള് സ്വന്തം പേരിലാണ് കട വെച്ചിരിക്കുന്നതെന്ന് വലിയ പെരുമയോടുകൂടി പറയുന്നത്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ പേരിലുള്ളത് ഇപ്പൊ രേവതിയുടെ പൂക്കട മാത്രമാണ്. ഇത് അച്ഛൻ ആദ്യം അമ്മയെ വിളിച്ചിട്ട് പറ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാന്ന് പറഞ്ഞിട്ട് ഓടിപ്പടക്കുകയാണ്. അപ്പോഴേക്കും രവി പിടിച്ചു വെക്കുകയാണ് സച്ചിയെ. അവളുടെ അടുത്ത് ഈ കാര്യം പറയണ്ട എന്ന് രവി പറയുന്നത് കേൾക്കുമ്പോഴേക്കും എന്താ അച്ഛാന്ന് ചോദിക്കുകയാണേ. ഒരുപക്ഷെ അവള് ഇത് അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്നതായിരിക്കും. സുധി ജോലിക്ക് പോവാണ്ട് നിന്നിട്ടും അവളത് അറിഞ്ഞുകൊണ്ട് സുധി ജോലിക്ക് പോവാന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞു വിട്ടത്. ഇതും ഒരുപക്ഷെ അവൾ എന്തായാലും പറയാണ്ട് മറച്ചു വെച്ചതായിരിക്കും. എന്തായാലും ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ഇത് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ശ്രുതി അമ്മയുടെ പേരിൽ പാർലർ വെച്ചാലും ഇല്ലെങ്കിലും നമുക്കെന്താ പ്രശ്നം? ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാക്കണ്ട. അച്ഛൻ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ സ്വന്തം പേരിലല്ല കട, എന്നാൽ അവിടെ ജോലിക്ക് ചെയ്യാണെന്നും പറഞ്ഞുകൊണ്ട് ഓണറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇതൊന്നും ഉടനെ വിളിച്ച് ചോദിക്കണ്ട. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കബളിപ്പിക്കപ്പെട്ടോണ്ടിരിക്കുകയല്ലേ അമ്മ ആ പെണ്ണിനെ വിശ്വസിച്ചിട്ട്. ഒരു മനുഷ്യന്റെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആപത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് ആ സത്യത്തെക്കുറിച്ച് പറയാം.
എന്നാ ഇപ്പൊ സത്യം പറഞ്ഞിട്ട് എന്തുണ്ടാവാനാണ്? നിന്റെ അമ്മയ്ക്ക് പെരുമ പറയാൻ വേണ്ടി പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛാ പറയണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയണ്ട. കള്ളം എന്ന് പറയുന്നത് ഇരുട്ടില് തെളിയുന്ന നിലാവ് മാതിരിയാണ്. വെളിച്ചം വരുന്ന സമയത്ത് അത് കാണുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് എല്ലാ കള്ളവും. നേരം വരുന്ന സമയത്ത് എല്ലാം പുറത്തു വന്നോളൂ. എന്തായാലും നമുക്കും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാം. ഈ കള്ളം അവൾ എത്ര പ്രാവശ്യം പറയുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തൊക്കെയാണെങ്കിലും അച്ഛാ, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ആ പെണ്ണിനെ തലയിൽ വെച്ച് ആടുമല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എനിക്കാകെ കലി വരുവാണ് അച്ഛാ. എന്താണെന്നുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ വേറെ ആരുടെടുത്തും പറയരുതെന്ന് പ്രത്യേകമായിട്ട് രവി പറയുന്നുണ്ട്. ആ കറക്റ്റ് സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ വരവ് കാണുമ്പോഴേക്ക് രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ അച്ഛാ, എന്തെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഒരു കൂസലുമില്ലാതെ അവള് വരുന്നത്. എന്തായാലും ശ്രുതിക്ക് പറ്റിയ പെണ്ണാന്ന് പറയാണേ. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്കിൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അങ്കിൾ ശ്രുതി വന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചി ഇടങ്കോലിടുന്ന രീതിയിൽ ഞങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യം കണക്കെടുത്തോണ്ടിരിക്കുകയാണോ? സച്ചി, ഞാൻ സച്ചിയുടെ അടുത്തല്ല ചോദിച്ചത്, അങ്കിളിന്റെ അടുത്താണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചുമ്മാ ഇരിക്കട, അവൻ ഇതുവരെ വന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രുതിയുടെ അടുത്ത് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി വരുന്നുണ്ട്. അയ്യോ ശ്രുതി വന്നോ? നിനക്കും വർഷയ്ക്കും ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ നല്ല ടയർഡായിരിക്കുമല്ലേ, പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ എന്ന് പറയാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നത് പോലെ തന്നെ പറയണേ, ആന്റി ഇന്ന് പാർലറിൽ ഭയങ്കര വർക്ക് ജാസ്തിയായിരുന്നു, എല്ലാ ജോലിയും നീ എന്തിനാ ചെയ്യുന്നത്? സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ റിലാക്സ് ആയിട്ട് ഇരിക്കണ്ടേ? നിനക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറഞ്ഞാൽ മതി, ഞാൻ തന്നെ വന്നിട്ട് കടയിൽ ഇരുന്നോളാം. ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നല്ലേ പേര് വെച്ചിരിക്കുന്നത്, ഞാൻ വന്ന് ഇരുന്നോളാം എന്നുള്ള കാര്യം വീണ്ടും ചന്ദ്രമതി പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി എന്നൊക്കെ പറഞ്ഞ് ചുമക്കുന്നുണ്ട്. എന്താ അവന് വല്ലാത്തൊരു ചുമയാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ കുറച്ച് ചുമ കൂടുന്നുണ്ടെന്ന് പറയണേ സച്ചി. അവനിപ്പോ അവന്റെ ഭാര്യന്റെ കടയും എന്റെ പേരിലാന്നുള്ള കാര്യം പറഞ്ഞു കാണിക്കുക എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതേ ശരി തന്നെയാണ്, രേവതിയുടെ കട നിങ്ങളുടെ പേരിലാണ്, രേവതിയുടെ കട മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേരെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവി കൈയങ്ങ് പിടിച്ചമർത്തുവാണേ. അയ്യോ അച്ഛൻ എന്റെ കൈയങ്ങ് കെട്ടിയിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര കരയുന്ന രീതിയിലൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതി, എന്റെ പേരിൽ കട ആദ്യം വെച്ചത് എന്റെ മരുമകളാണ്, ഞാൻ വരെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞതാണ് എന്റെ പേര് മാറ്റിയിട്ട് അവളുടെ അമ്മാവിന്റെ പേര് വെക്കാൻ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആന്റി, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആന്റിയാണ് ഞാനിപ്പോ അമ്മയെ പോലെ കാണുന്നത്. എന്റെ പാർലറിൽ എപ്പോഴും ആന്റിയുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ഒരാളെ മാത്രമാണ് ശ്രുതി എന്റെ മനസ്സ് എപ്പോഴും ഒരു കുളിർമയിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ചില്ലെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു വെച്ചിരിക്കുന്നത്, വന്ന് കുടിക്കെന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അച്ഛാ, രേവതി ഇപ്പൊ കടയിൽ നിന്ന് വരും, അയ്യപ്പസ്വാമിക്ക് മാല വേണമെന്ന് പറഞ്ഞിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്ര ഫ്ലവർ ഷോപ്പ് എവിടെയാന്നുള്ള കാര്യം ചോദിച്ചിട്ട് വന്നതാണ്. 40 മാലയ്ക്ക് ഓർഡർ വെച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ട് പൂ വാങ്ങിച്ചിട്ട് വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ രവി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചന്ദ്ര ഫ്ലവർ ഷോപ്പ് എന്ന് നമ്മുടെ ചന്ദ്രയുടെ ചെവിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണേ, അച്ഛൻ രേവതിയോട് പറഞ്ഞേക്കിട്ടോ അച്ഛാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും നീ അത് ഒച്ചത്തിൽ പറയല്ലടാ. എടാ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കേൾക്കാൻ നല്ലതാണ്, എന്നാ ആ പേര് എന്ന് പറയുമ്പോഴേക്കും രവി എടാ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണേ. ആ ശരി അച്ഛാ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. അവൻ പറയുന്നതൊന്നും നീ കേൾക്കണ്ട, അവൻ ഓരോന്ന് വെറുതെ ചുമ്മാ പറയുന്നതാണ്. നീ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ, ഞാൻ ജ്യൂസ് എടുത്ത് വെക്കാന്ന് പറയണേ. അങ്ങനെ ശ്രുതി റൂമിലേക്ക് പോവാണ്. അങ്ങനെ സച്ചി പൂവൊക്കെ മേടിച്ചിട്ട് തിരികെ വീട്ടിലെത്താണ്. അപ്പോഴേക്ക് രേവതി ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദോശ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. മതി രേവതി എന്ന് പറയുമ്പോൾ എന്താ നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. നന്നായിട്ടുണ്ട്. അതിനിടയ്ക്ക് രവിയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ അച്ഛാ, അവിടെ വെച്ചാൽ പോരുന്നോ, ഞാൻ എടുക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ നിന്റെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ വാക്കിങ്ങിന് പോയി വന്ന ഉടനെ തന്നെ രേവതി ദോശ ചുട്ട് തന്നു, 3 ദോശ തിന്നു. അച്ഛൻ എന്താ 3 ദോശയിൽ നിർത്തിയ, ഒരു 5 ദോശ തിന്നണ്ടേ? എടാ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ പാകത്തിന് കഴിക്കണം, കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ അച്ഛാ, അപ്പം ഞാൻ 5 ദോശ കഴിച്ചു. നീ ജോലിക്ക് പോകുന്നവനല്ലേ, നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റൂ. അങ്ങനെ ഇവരെ സംസാരത്തിന്റെ ഇടയിലാണ് കേട്ടോ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോഴാണ് സച്ചി അവിടെ നിന്ന് കഴിക്കുന്നത് കാണുന്നത്. ഇതെന്താ ഇവൻ ഇവിടെ നിന്ന് കഴിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് അവൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് രവി അങ്ങോട്ട് പോവാണേ. അപ്പോഴേക്കും എന്താണ് ഇത് പുതിയ ശീലം, ഇവനെന്താ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് സച്ചിയുടെ ഇവിടുന്ന് കഴിച്ചു, അത്രയേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി വീണ്ടും ഒരു ദോശ കൊണ്ടുപോയിട്ട് സച്ചിയുടെ പ്ലേറ്റിലേക്ക് വെക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേണ്ട, നീ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തരുന്നു എന്നുള്ള കാര്യം പറയുന്നു പറഞ്ഞിട്ട് പ്ലേറ്റ് ഒക്കെ അവിടെ വെച്ചിട്ട് സച്ചി പോകാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ ചന്ദ്രമതി പുറത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി അമ്മേ ഭക്ഷണം റെഡിയായോ, എനിക്ക് ഇന്റർവ്യൂവിന് പോകാനുണ്ടെന്നുള്ള കാര്യം പറയുകയാണേ. ഇത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത്. ആഹാ, പണിയൊന്നും ഇല്ലെങ്കിൽ നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ്സ് കേട്ടിട്ട് വരും അവൻ.
രേവതി ഒരു 10 ദോശ ഇവന് ചുട്ടുകൊടുക്ക്, എന്തായാലും ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് തിന്നോളൂന്ന് പറയാം. ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ലാത്തത്. കാരണം ജോലി ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുമല്ലോ. ഇവൻ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനല്ലേ പോകുന്നത് പാർക്കില്. ഇപ്പൊ നീ എന്തിനാണ് അവന്റെ നെഞ്ചത്തോടെ കയറുന്നത്? കണ്ടില്ലേ രവിയേട്ട, അവൻ രാവിലെ തന്നെ തുടങ്ങി. അച്ഛൻ ഞാൻ സാധാരണയായിട്ട് പറഞ്ഞില്ലേ എന്നുള്ള കാര്യം സച്ചി അച്ഛൻ്റെ അടുത്ത് പറയണേ. അപ്പോഴേക്കും ശ്രുതി, അങ്കിൾ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയെ കുറിച്ചിട്ട് ഇങ്ങനെ കളിയാക്കരുതെന്ന് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാൽ സച്ചി വീണ്ടും വീണ്ടും ശ്രുതിയെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി, അവനെ കളിയാക്കരുതെന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ. ഇതെന്താ വെച്ചാൽ അത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണം. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്തിനാ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അവൻ ജോലിക്ക് ഇന്റർവ്യൂവിന് പോവാണ്, അവന് വലിയ ജോലി കിട്ടുന്നുള്ള വയറ്റരിച്ചിലാണ് നിനക്കെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചി ചിരിക്കുവാണ്. അച്ഛ കേട്ടില്ല അച്ഛ, ആർക്ക് ഇവന് ജോലി കിട്ടുന്ന വെച്ചിട്ട് എനിക്ക് വയറ്റരിച്ചില്ലോ. സാറ് ലോകത്തിലെ ഏറ്റവും വലിയ മാനേജർ അല്ലേ, മാസം 30 കോടി രൂപ സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് വയറ്റരിച്ചില്. പഠിക്കാ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലും കോളേജിലും മാറി മാറി തേച്ചും എനിക്ക് പോയി. ഇപ്പോ ജോലിക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിൽ പോയി കിടന്നുറങ്ങുന്നു. എപ്പോഴും അവൻ ബെഞ്ച് വിടുന്നില്ല. ഇവനെ കണ്ടിട്ട് ഞാൻ വയറ്റേറിയല്ലേ. അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് പറഞ്ഞിടാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ പോവാൻ നോക്കുക എന്നുള്ള കാര്യം. അതെ എനിക്ക് ജോലിയുണ്ട്, അല്ലാണ്ട് പാർക്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ. അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് അയൺ ചെയ്യിലെ കടയിൽ നിന്ന് ഒരാൾ വരുന്നത് കേട്ടോ. എന്താടാ നീ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തുണി അയൺ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഓഹോ, എന്റെ വീട്ടിൽ നിന്ന് അയൺ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ടോ? ഇതാ ബില്ല് എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ഞാൻ മേടിച്ചോളാം, സച്ചിയുടെ പോയിക്കോ. പക്ഷെ സച്ചി ആ ബില്ല് മേടിച്ചിട്ടാണ് നോക്കുകയാണ് കേട്ടോ. 350 രൂപയാണ്. എടാ, ഒരു വീട്ടിലേക്ക് ഇത്രയും പൈസ ഒക്കെ വരുമോ? ഇത് നല്ലൊരു ബിസിനസ് ആണല്ലോ. എന്തായാലും ചേട്ടാ, കാശ് ദാ, തുണി മേടിച്ചിട്ട് എനിക്ക് പോണെന്ന് പറയാണേ. ഇതില് എന്റെ തുണിയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം സച്ചി നോക്കിയിട്ട് പറയാണേ. അച്ഛൻ എന്തെങ്കിലും അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലാന്ന് രവി പറയുന്നുണ്ട്. ഞാൻ എന്താ എന്നും ഷർട്ട് അയൺ ചെയ്തിട്ടാണോ പുറത്ത് പോകുന്നത്? സാധാരണ പോകുന്ന പോലെയല്ലേ പോകുന്നത്? ആ, അത് ശരിയാണല്ലോ. രേവതി, നീ എന്തെങ്കിലും അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തോ? ഇല്ല, എനിക്ക് അയൺ ചെയ്യണം എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സാരിയൊക്കെ മടക്കി വെച്ചിട്ട് തലനൻ്റെ അടിയിൽ വെക്കും. രാവിലെ ആകുമ്പോഴേക്കും ചുളിവൊക്കെ മാറുമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി, ഓ അപ്പൊ നിന്റെ വീട്ടിൽ അയൺ ബോക്സും ഇല്ലെന്ന് ചോദിക്കുകയാണേ. എങ്ങനെയാണ് ഓസിയിലെല്ലാം ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്ര, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രേവതിയെ നിനക്ക് കുറച്ചൊരു പറയാൻ സമാധാനം ഉണ്ടാവില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല അച്ഛാ, അത് വിടച്ചാ. ഓസിയിൽ ചെയ്ത് ശീലം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് ഇപ്പൊ ആരാ ചെയ്യുന്നെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോ കാണാം. നമ്മൾ ആരും തുണി അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല. അപ്പൊ ഇത് ഉറപ്പായിട്ടും ഈ ഓഫീസറുടെതായിരിക്കും. എന്താടാ നിന്റേതല്ലേന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോ സുധി, അതേടാ എന്റേത് തന്നെയാണ്. അതിനെന്താ ഇപ്പോ? കണ്ടില്ല അച്ഛാ, ജോലിയില്ല, സമ്പാദിക്കുന്നില്ല. സാർക്ക് അയൺ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് 350 രൂപയാവും. നിന്റെ തുണിയല്ലേ, കാശ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയണേ സച്ചി. എന്താടാ നോക്കുന്നത്? 350 രൂപ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്ക്. അയ്യോ, എൻ്റെ അടുത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജോലിയില്ല, പിന്നെ എങ്ങനെയല്ലേ കാശുണ്ടാവുക? അപ്പോഴേക്കും തുണി മേടിക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അയാൾ പറയുന്നുണ്ട്, ചേട്ടാ ലേറ്റ് ആക്കല്ലേ, ഓണർ ചീത്ത വിളിക്കും. എടാ നിക്കടാ, സാറിന്റെ ഡ്രസ്സല്ലേ, സാറ് തന്നെ കൊടുക്കും. എന്താ പൗഡർ എടുത്തി, കറക്റ്റ് അല്ലേ? അവരവരുടെ ചെലവിന് അവരവർ കാശ് തരണ്ടേ? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താണ് ഉടനെ കൊടുക്കണം, ഞാൻ കടയിലേക്ക് വന്നിട്ട് തരാ എന്ന് പറയണേ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുമ്പോഴേക്കും സച്ചി വീണ്ടും പിടിച്ചു വെക്കുവാണേ. എടാ ഇവരൊന്നും വിശ്വസിക്കാതാടാ, ചായക്കടയിൽ 300 രൂപ പറ്റു വെച്ചവനാ ഇവൻ. പിന്നെ നിന്റെ കയ്യിലേക്ക് കാശ് വരില്ല, നിന്നെ ആയിരിക്കും ഓണർ ചീത്ത വിളിക്കുക. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടില്ലേ രവിയേട്ട, ഇവൻ പുറമേയുള്ള ആൾക്കാരുടെ മുമ്പിൽ എന്നെ എങ്ങനെ മാനം കെടുത്തുന്നതെന്ന്. സച്ചി ഇങ്ങനെയൊന്നും ചെയ്യാത്തടാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛൻ ഞാൻ ന്യായം തന്നെയാണ് ചോദിച്ചത്. അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് കൂടി അച്ഛന്റെ ഷർട്ട് അയൺ ചെയ്തിട്ടിട്ടില്ല. അമ്മയാണെങ്കിൽ അച്ഛന് വേണ്ടി ചെയ്തിട്ടു. എന്നാൽ ഇവൻ കടയിൽ കൊടുത്തിട്ട് അയൺ ചെയ്തിട്ട് ഷർട്ട് ഇടുന്നു. നീ ജോലിക്ക് പോകാത്തത് വലിയ കാര്യമല്ല, എന്നാൽ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അയൺ ചെയ്തിട്ട് ഷർട്ട് ഇട്ടു. കുറച്ചുപോലെ ഉളുപ്പുമാനം ഇല്ലടാ നിനക്ക്. ഇതിന് ഞാൻ നിനക്ക് പൈസ കൊടുക്കണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി മതി, ആരും അവർക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛാ, പൗഡർ എടുത്ത് ദേഷ്യപ്പെട്ട് പോകുന്നത് കാണുന്ന സമയത്ത് ക്യാഷ് വരുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെ ശ്രുതി കാശ് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. പണം കൊടുത്തതിന് ശേഷം നേരെ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, സച്ചി ആവശ്യമില്ലാതെ സുധിയെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള കാര്യം. അയ്യോ അച്ഛൻ, ഞാൻ ഇൻസൾട്ട് ചെയ്തതല്ല, ഞാൻ ഇവര് നല്ലൊരു ഐഡിയ കൊടുത്തതാണ്. ആ പയ്യൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു വീട്ടിലേക്ക് 350 രൂപ വരുന്നു. 10 വീടെന്ന് പറയുമ്പോൾ 3500 രൂപയായി. ഒരു മാസത്തേക്ക് കണക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ മുകളിൽ വരും. ഇത് നല്ലൊരു ജോലിയല്ലേ? എന്തായാലും നീ ഒരു കാര്യം ചെയ്തോ, നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു അയൺ കട ഇട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി, അവൻ എന്തിനാ അയൺ കട ഇടുന്നത്? ഒരു ഭാഗത്ത് ഞങ്ങളുടെ പൂക്കട, അപ്പുറത്ത് അവന്റെ അയൺ കട. രേവതി, പണ്ട് നിങ്ങൾ പൂക്കട ഒരു ഭാഗത്തും കരിമ്പ് കട ഒരു ഭാഗത്തും ഇട്ടിട്ടില്ലായിരുന്നോ? അതുപോലെ സുധി കട ആരംഭിക്കട, അതും അമ്മയുടെ പേര് തന്നെ വെക്കാനും പറയുന്നുണ്ട്. എന്തിനാണ് എന്റെ മകൻ ഇസ്ത്രി കടയൊക്കെ ഇടുന്നത്? എന്റെ മകൻ എന്തോരം പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം, ജോലിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ഐഡിയ പറയുന്നത്. ഇപ്പുറത്ത് ഞങ്ങളുടെ പൂക്കടയുണ്ട്, പിന്നെ പാർലർ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പോഴേക്ക് രവി
സച്ചിയുടെ അടുത്ത് മിണ്ടാതിരിക്കാനുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, അവിടെ പേരുണ്ട്, ഞങ്ങളുടെ കടയിലും പേരുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു കടയും കൂടെ ആരംഭിക്കാം. ഒരു വണ്ടി പിടിച്ചാലോ, പാർക്കിൽ പോയിട്ട് നീ ആ ബെഞ്ച് തേക്കുന്ന നേരത്തോണ്ട് ഇവിടെ ഒരു കട വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനം വരും. നിനക്ക് നിന്റെ ഷർട്ട് തന്നെ ഫ്രീ ആയിട്ട് തേക്കാം, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്ക് സുധിയെ കുറിച്ച് പറയാനുള്ളൂ. ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. രവിയേട്ടാ, ഇവൻ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? ജോലി കിട്ടില്ലാത്ത വിഷമത്തിലാണ് നമ്മുടെ സുധി. ആര് ഇവനാണ് സങ്കടപ്പെടാൻ പോകുന്നത്? നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. ജോലി വേണ്ടവൻ എന്തെങ്കിലും ഒരു ജോലി തേടി കണ്ടുപിടിക്കും. ചുമ്മാ വെറുതെ പറയാൻ വേണ്ടിയിട്ട് 4-3 കമ്പനി ഏറി ഇറങ്ങില്ല. എടാ മതി എടാ, അവന് ജോലി വേണമെങ്കിൽ അവൻ കണ്ടുപിടിച്ചോളും. നീ ട്രിപ്പിന് പോകാനല്ലേ, പോവാൻ നോക്കെന്ന് പറയണേ. അവന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു. അവൻ കേട്ട അവന് കൊള്ളാം, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി രേവതിയെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സുധി വാ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുധി പോകുമ്പോൾ ശ്രുതി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ കൈ മാറ്റിയിട്ട് ശ്രുതി അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് രേവതി ഇങ്ങനെ കണ്ണ നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.